ഹായ് ഗൈസ്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും സോസ് അല്ലേ. ഞാൻ കണ്ടു വന്നേക്കണേലൊക്കെ എൻ്റെ ഇത്താത്തട മക്കളായാലും എൻ്റെ കുട്ടിയായാലും സോസ് കൂടുതൽ കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ നക്കി തിന്നണ കണ്ടിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസ് കൊടുത്തിട്ട് എന്തോ ഒരു തൃപ്തി ആവാറില്ല. അപ്പം ഞാൻ എന്തായാലും വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം, എന്ത് കൊടുത്താലും അതിൽ മുക്കി തിന്നുകയും ചെയ്യും. അപ്പം എന്തായാലും ടൊമാറ്റോ സോസ് ഉണ്ടാക്കണ എന്നിങ്ങനെ നോക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 തക്കാളിയോളം ഉണ്ട്. പിന്നെ വേണ്ടതാണ് 4 വെളുത്തുള്ളിയിലും ഒരു ചെറിയ ഇഞ്ചിയും വേണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയില്ലേ അത് മൊത്തം അതിലേക്ക് കൂട്ടി കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ സവാള എടുത്തിട്ട് അധികം കുഞ്ഞാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു മീഡിയം സൈസിൽ കുഞ്ഞാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു മൂടി വെക്കാട്ടോ. സിമ്മിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല തക്കാളി വെന്തോ ഇല്ലെന്ന്. ആ ഒരു പരിവാവണ വരെയും വേവിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് സ്വർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിത്തിരി എരിവുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോസിൻ്റെ മിക്സ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു അരിപ്പയിലിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് മാത്രമാണ് അടിയിലേക്ക് വരിക. നന്നായിട്ട് അരിച്ചു കൊടുക്കുക. അതേ ലാസ്റ്റ് കണ്ടില്ലേ, ഇത് ഈ ഒരു പരിവാവണ വരെ അരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ സോസിനുള്ള മിക്സ്. പിന്നെ നമുക്ക് വേണ്ടത് ആ പാനിലേക്ക് തന്നെ ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, ഒരിത്തിരി കൂടി തിക്നെസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സോസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞി ബൗളിലേക്ക് ഒന്ന് മാറ്റി തരുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റുന്നതാണ് കേട്ടോ. നല്ല തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. ആവശ്യത്തിന് കളറും ഉണ്ടായിട്ടുണ്ട്. കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല കളറുണ്ട്. എൻ്റെ മോനിക്ക് ഭയങ്കര നിങ്ങളുടെ മക്കൾ ഷോപ്പിൽ നിന്ന് മേടിച്ചു കൊടുക്കാണ്ട് ഹോം മെയ്ഡായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും ഇത് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും അപ്പോൾ ബൈ.